വേറെ ഒരു ചാനലിന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഞാൻ കണ്ടു. നിങ്ങൾ സാലി റോസ് ചാനൽ കാണൂ, ഈസിയായി ബ്ലൗസ് തയ്ക്കാമെന്ന്. ഇതിൽ കൂടുതൽ എന്ത് വേണം എൻ്റെ ടീച്ചറമ്മയ്ക്ക് കണ്ടെത്തി ഇങ്ങനെയുള്ളൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒട്ടും തയ്ക്കാൻ അറിയാത്തവർക്ക് പോലും നന്നായിട്ട് തയ്ച്ച് നമ്മുടെ സ്വന്തം തുണിയെങ്കിലും നമുക്ക് തയ്ച്ചിടാൻ പറ്റും. അത് തന്നെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര നമ്മുടെ കുഞ്ഞിനാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഒരു കഴിവ് തന്നെയാണ്. അതിന് പിന്നിലുള്ള ടീച്ചറിനെ നമുക്ക് എത്ര അതുപോലെ ആത്മാർത്ഥമായിട്ടാണ് നമ്മളെ. ഹായ് കൂട്ടുകാരെ, സാലി റോസിന്റെ കൂട്ടുകാരെ, ഇന്ന് തയ്യൽ വീഡിയോ അല്ല, തയ്ച്ചതിൻ്റെ ചില റിസൾട്ടുകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് എൻ്റെ ചില കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട്. നിങ്ങൾക്കറിയാം, ഒരു ചെറിയൊരു യൂട്യൂബറാണ് ഞാൻ. തയ്ക്കാറുണ്ട്, നിങ്ങളൊക്കെ സപ്പോർട്ട് തരാറുണ്ട്, കുറേ ചെടികളുടെ പരിപാലനമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നതൊന്നും പറയാനല്ല, എനിക്ക് വളരെ സന്തോഷം തോന്നിയ ചില നിമിഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ടാണ്. എൻ്റെ ഈ ചാനൽ കണ്ട് ഉപജീവനമാർഗമാക്കിയ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതെങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കും? യാദൃശ്ചികമായിട്ട് ഞാൻ അവരെ കാണാനും അവരോട് ചില എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റി. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ എൻ്റെ സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ, ഒരു പ്രൊഫഷണൽ ടൈലർ ഒന്നും അല്ലാത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന നൈറ്റിയും ചുരിദാറും സാരി ബ്ലൗസും ഒക്കെ നോക്കി കണ്ട് തയ്ച്ച് ഇഷ്ടംപോലെ കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നവരുമുണ്ട്. അതുപോലെ അതൊരു ശരിക്കും അങ്ങനെ ഒരു തൊഴിലാക്കി മാറ്റിയവരുമുണ്ട്. എൻ്റെ ചാനൽ മാത്രം കണ്ട് ചെയ്തവരുമുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ സന്തോഷിക്കാതിരിക്കും. ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ ഞാൻ വന്നത്. ഒരു മുണ്ടക്കയത്തിനടുത്തുള്ള പ്രീത, അതുപോലെ എൻ്റെ വീട്ടിലെത്തിയ മഞ്ജു, വീട്ടിൽ വന്ന 3-4 പേരുണ്ട് കേട്ടോ. അവരെന്നെ തിരിച്ചറിയുമ്പം എനിക്ക് പ്രീത സിജു, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയത്തിനടുത്ത് പുലിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്താണ്. കൊച്ച് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. യാദൃശ്ചികമായിട്ട് എന്നെ ഒന്ന് വിളിച്ചു, ചില തയ്യലിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. സാധാരണ അങ്ങനെ ഒരു കോൾ വിളിച്ചാൽ ഞാൻ എടുക്കുന്നതല്ലേ, പക്ഷേ പ്രീതയുടെ കാര്യം ഒരു വ്യത്യസ്ത സാഹചര്യത്തിലായതുകൊണ്ടാണ് ഞാനത് എടുത്തതും പ്രീതയ്ക്ക് ചില ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തതും. പ്രീത തന്നെ പറയും, എൻ്റെ ചാനൽ കണ്ട് പ്രീത തയ്ക്കാൻ തുടങ്ങി, അത് ചെറിയൊരു വരുമാന മാർഗമാക്കിയെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സന്തോഷത്തോടെ ഇന്ന് പ്രീതയുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. പറഞ്ഞോളെ. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 5 മാസം കഴിഞ്ഞു. അപ്പം എനിക്കൊരു മോനും ഒരു അമ്മായിയമ്മയുണ്ട്. ഞങ്ങൾ 3 പേരുമാണ്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെയാണ് യൂട്യൂബിലൂടെ ടീച്ചറിൻ്റെ ചാനലിൽ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങണമെന്ന് തോന്നി. അങ്ങനെ ഞാനത് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ടീച്ചറിൻ്റെ ക്ലാസ് കയറി. അങ്ങനെ ഞാൻ നൈറ്റിയാണ് ആദ്യം തയ്ച്ചു കൊടുത്തു. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് ടീച്ചർ. എനിക്കൊരു എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു വെളിച്ചം എനിക്ക് നൽകുവാനിടയായി തീർന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിലും എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചറിൻ്റെ ക്ലാസ് കണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് തയ്ച്ചു കൊടുക്കുക. അതിൽ കൂടി എനിക്ക് നല്ലൊരു വരുമാന മാർഗം കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചറിനോട് എനിക്ക് ഒരുപാട് നന്ദി കടപ്പാടുമുണ്ട്. ടീച്ചറിന് എൻ്റെ എല്ലാ സ്നേഹവും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുകൊള്ള ഞാൻ അത്രയൊന്നും ഓർത്തിട്ടില്ല. ഒരുപാട് പേര് ഇങ്ങനെ തയ്ക്കാൻ ഇഷ്ടമായിട്ട് തയ്ച്ചെന്നും കൊടുത്തെന്നും പറഞ്ഞു. ഒത്തിരി പേര് പറഞ്ഞു, ടീച്ചറെ 5 തയ്ച്ചു, 6 തയ്ച്ചു, 3 തയ്ച്ചു. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് തയ്ച്ച ഈ കോളർ വെച്ചതല്ല. ഇത് കണ്ടപ്പോഴും പലരും പറഞ്ഞു അവർ തയ്ച്ചത്, അവർക്ക് അറിയത്തില്ലായിരുന്നു, അവർ തയ്ച്ച് നല്ലതായിട്ട് ഫിനിഷ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. മോളെ പോലെ ഒരാൾക്ക് അതൊരു ഉപജീവന മാർഗത്തിന് എൻ്റെ വീഡിയോ വഴികാട്ടിയായെന്ന് അറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് അത്. അപ്പം ഇനിയും കാണണം, കൂടുതൽ മനസ്സിലാക്കി നന്നായിട്ട് തയ്ച്ച് നല്ല മിടുക്കിയായിട്ട് മാറണം. നമ്മൾ തയ്ക്കണം, ഒത്തിരി നമ്മൾ തയ്ക്കുമ്പോഴേ നിനക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണല്ലോ തയ്ച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമ്മൾ തയ്ക്കണം, നല്ല മിടുക്കത്തിയായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവരും ടീച്ചറിൻ്റെ ചാനൽ കാണണം. എല്ലാവരും ഇങ്ങനൊരു
സംരംഭത്തിലേക്ക് കടന്നു വരണം. അത് വലിയൊരു നല്ലൊരു ഇതാണ്. നമ്മൾ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഉപജീവനം നമ്മളെക്കൊണ്ട് പറ്റുന്നത്ര നമ്മുടെ കുഞ്ഞിനാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഒരു കഴിവ് തന്നെയാണ്. അതിന് പിന്നിലുള്ള ടീച്ചറിനെ നമുക്ക് എത്ര അതുപോലെ ആത്മാർത്ഥമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും കാണാൻ ടീച്ചറിൻ്റെ ചാനലിൽ കയറി എല്ലാവരും കണ്ട് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യാം. അത് കൊള്ളാം. അപ്പം കണ്ടതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. വല്ലപ്പോഴും വിളിക്കുക, എനിക്ക് സമയമുള്ള അപ്പോഴാണെങ്കിൽ ഞാൻ എടുത്ത് കാര്യങ്ങൾ പറയാം കേട്ടോ. നൈറ്റ് ഇപ്പോൾ ചുരിദാർ തയ്ക്കുന്നില്ലേ? ചുരിദാറും തയ്ക്കും. കഴുത്തൊക്കെ ശരിയാക്കാൻ തുടങ്ങിയോ? ആയി, കുഴപ്പമൊന്നുമില്ല. ഇവിടങ്ങളിലുള്ളവർ തയ്യൽ കൊണ്ടു തരുമോ? നന്നായിട്ട് തയ്ച്ചു കൊടുത്താലേ കൂടുതൽ തയ്യൽ കിട്ടത്തുള്ളൂ. നല്ല ഫിനിഷിങ്ങും വേണം കേട്ടോ. എന്നാ കേട്ടോ പൊക്കോട്ടെ. കണ്ടതിൽ സന്തോഷം. വീട്ടിൽ കയറി വരാൻ സമയക്കുറവുകൊണ്ടാണ്. ആയിക്കോട്ടെ, അമ്മയോട് പറഞ്ഞേക്കണം, കൊച്ചിനോടും പറഞ്ഞേക്കണം കേട്ടോ. കണ്ടോ, ഇത് മഞ്ജു ഇന്ന് ഇവിടെ നമ്മുടെ വീട്ടില് ഏലത്തിന്റെ മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതാണ്. എന്നെ കണ്ടതാ ചോദിച്ചു, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നയാളല്ലേ? ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. അപ്പം മഞ്ജുവിന് ഒരു വലിയ വിഷമം, ഇതുപോലെ തന്നെ ഒരാളെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ വീഡിയോ എല്ലാം കാണുന്നതാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞപ്പോൾ മഞ്ജുവിന് വലിയ അത്ഭുതം. നമ്മുടെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യം ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ ഒന്നും കൂടെ ഉറപ്പിച്ചേക്കാൻ ഓർത്ത് സംസാരിച്ച് വന്നപ്പോൾ ഞാൻ അന്വേഷിച്ച ആള് തന്നെ. ഞാൻ കാണുന്ന വീഡിയോ ചേച്ചിയുടെ ഏറെ വീഡിയോ കാണുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ലേ. തയ്ക്കുവോ? ഇതെല്ലാം തന്നെ തയ്ച്ചിട്ടേക്കുന്നത് നല്ലതായിട്ട് ഒത്തിട്ടുണ്ട്. കഴുത്ത് തയ്ച്ചേക്കുന്ന എല്ലാം നല്ല ഭംഗിയായിട്ടാണ്. കൈയെല്ലാം നല്ല ഭംഗിയായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. തയ്യെന്ന് പറയുമ്പോൾ തയ്യൽ ശരിയാണെന്ന് അറിയാനായിട്ട്. അപ്പൊ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ട്. അവർക്ക് വലിയ സന്തോഷം, എനിക്ക് സന്തോഷം. പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ സമയം കണ്ടെത്തി ഇങ്ങനെയുള്ളൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒട്ടും തയ്ക്കാൻ അറിയാത്തവർക്ക് പോലും നന്നായിട്ട് തയ്ച്ച് നമ്മുടെ സ്വന്തം തുണിയെങ്കിലും നമുക്ക് തയ്ച്ചിടാൻ പറ്റും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സന്തോഷം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക. കാരണം എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെ എൻ്റെ വീഡിയോ കാണുന്നവര് മഞ്ജു പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത്. ഒരുപാട് പേരെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം കേട്ട് തിരിച്ചറിയുന്നവരുണ്ട്. പെട്ടെന്ന് പള്ളിയിൽ നിന്ന് നോക്കി മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അല്ലെ ടെക്സ്റ്റൈൽസിൽ നിൽക്കുമ്പോഴൊക്കെ ശബ്ദം കേട്ടും അയ്യോ ഇത് ടീച്ചറല്ലേ അല്ലേ ഇന്നാരല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഒരു ഫാമിലിയിലെ ഒരു അംഗത്തെ വീണ്ടും ഞാൻ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങളോട് ഞാൻ ആ സന്തോഷം പങ്കുവെക്കുക. താങ്ക് യു. എവിടെയാണ് താമസിക്കുന്നത് പറഞ്ഞല്ലോ? 66 കുമ്മളി അപ്പുറം 66. ഇവിടുന്ന് 10-35 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ 3 പേരുണ്ട്. അവര് പഠിക്കുന്നു. ഒരാൾ ജോലിയായി, ബാക്കി പഠിക്കുന്നു. ആയിക്കോട്ടെ. അത് ഒരു ആയി വെച്ചു. പേരോട് പറ. മെർലി. താമസിക്കുന്ന വലുതാവാണ് അല്ലേ? ഉണ്ടോ താഴെ? അവിടെ പോയി ഭക്ഷണം കഴിച്ച് അപ്പോൾ ഞാൻ നമ്മൾ ഇന്നാലും ഇതുപോലെ ഇവിടെ വരുന്നു. പക്ഷെ അന്നേരം അത് കുടിക്കാനും വരെയാണ് മൊത്തം സമയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു സാഹിത്യത്തിൽ എങ്ങനെ അറിയാം ഇവിടെ വീടെന്നൊക്കെ അറിയാമായിരുന്നു? ഇല്ല, ഞാൻ പണ്ട് ആദ്യം റിപ്പോർട്ടർ എന്ന ഒരു വീഡിയോ അത് വെച്ച് വീടൊക്കെ അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ വെച്ച് എടുത്ത് നോക്കി അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ അവരോട് ചോദിച്ചു. അങ്ങനെ കറക്റ്റ് അപ്പൊ പിന്നെ തിരിച്ചു വന്നത്. ഇന്ന് അവിചാരിതമായിട്ട് നമ്മുടെ മെയിൻ റോഡിലൂടെ കടന്നു പോയപ്പോൾ ഇവിടെ നിർത്തി സാലി റോസ് ചാനലിനെ കുറിച്ച് എന്തോ പറയുന്ന കേട്ടാ ഞാൻ ഇറങ്ങി വന്നത്. എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സാണിത്. പേര് മിനി പ്രസാദ് അല്ലേ? മിനി മേഴ്സി. വീട് എവിടെയാണ്? കോട്ടയം ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ല കട്ടപ്പന വഴി കടന്നു പോയപ്പോൾ വന്ന സൗഹൃദമാണ്. ഒരുപാട് നന്ദി. വീഡിയോ കാണാറുണ്ടോ? ഉപകാരപ്പെടാറുണ്ടോ? തയ്ക്കുവോ? ചെടികളുടെയാണ്. ഇപ്പൊ ഞാൻ തയ്യലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പം ചെടിയൊന്ന് കുറച്ച് സമയം 2 ഓടി പോകുന്നില്ല. എന്നാലും ഇതൊക്കെ ഒരു 2 മാസം കഴിയുമ്പം മുഴുവൻ ഫുൾ കളറായിട്ട് മാറുന്ന കാണാം. ഇപ്പം പച്ചച്ച് നിൽക്കുന്നത് ഇതെല്ലാം പോയിൻസെറ്റിയുടെ വിഭാഗങ്ങളാണ്. കാണാൻ വന്നതിന് ചെറിയൊരു ഗിഫ്റ്റ് ആയിക്കോട്ടെ. അപ്പം തയ്യലിൻ്റെ വീഡിയോസാണ് ഇപ്പം കൂടുതലിടുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ ഇട്ട സാരി ബ്ലൗസിൻ്റെ ഫസ്റ്റ് പാർട്ട് കട്ടിങ് വീഡിയോ ഇല്ലേ, അതിൽ വന്നൊരു മെസ്സേജ് വായിക്കാവേ. മഞ്ജുഷയ, എത്ര മടിയുള്ളവരും പേടിച്ചിരിക്കുന്നവരും സാലി ടീച്ചറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഉഷാറായിക്കൊള്ളും.
ഈ കഴിഞ്ഞ ദിവസം വേറെ ഒരു ചാനലിന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഞാൻ കണ്ടു. നിങ്ങൾ സാലി റോസ് ചാനൽ കാണൂ, ഈസിയായി ബ്ലൗസ് തയ്ക്കാമെന്ന്. ഇതിൽ കൂടുതൽ എന്ത് വേണം എൻ്റെ ടീച്ചറമ്മയ്ക്കെന്ന്. അതിച്ച് കഷ്ടമായി പോയി അല്ലേ. നിങ്ങൾ ഒരു ചാനലിലൊന്നും പോയി അങ്ങനെ എഴുതണ്ട. കാരണം ഓരോ ചാനലിനും ഓരോ സൈസിലാണ് അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഓരോ വൈബാ അത്. നമുക്ക് അതിന് അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ ചാനലിലൊന്നും നിങ്ങൾ പോയി എഴുതരുത്. എങ്കിലും ഈ മഞ്ജുഷ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ ഒരു നല്ല സബ്സ്ക്രൈബറാണ്. ഞങ്ങൾ ഭയങ്കര ക്ലോസാണ്, പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഭയങ്കര എനിക്ക് എല്ലാം നല്ല സപ്പോർട്ട് തരുന്ന ഒരു ആളാണ് ഈ മഞ്ജുഷ കുട്ടി. അപ്പം ഇങ്ങനെ എത്രയോ പേരുടെ സപ്പോർട്ടാണെന്ന് അറിയാമോ ഞാൻ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കലൂടെ നന്ദി പറയുന്നു കേട്ടോ. നിങ്ങൾ ഈ ചാനലിൽ എനിക്ക് ഒന്ന് പറയണം, ഇതുപോലെ എൻ്റെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ നല്ല കൂട്ടുകാർക്ക് താങ്ക് യു. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കല്ലേ കേട്ടോ. ഒരിക്കൽ കൂടി